കൗമാരക്കാർക്ക് സെക്ഷുവൽ തോട്ട്സ് ഉണ്ട്. സെക്ഷുവൽ തോട്ട്സ് നോർമലാണ്. നമ്മൾ ഈ ലൈംഗിക ഹോർമോണുകൾ ഉൽപ്പാദിക്കപ്പെടും. സെക്ഷുവൽ തോട്ട്സ് ഒരു ക്യൂരിയോസിറ്റി വരും, ആകാംക്ഷകൾ വരും, പലതരത്തിലുള്ള ലൈംഗിക കാര്യങ്ങളെ പറ്റി വിഷ്വൽ തോട്ട്സ് വരും, അതവർക്ക് സെക്ഷൽ സ്റ്റിമുലേഷൻ വരും, അതൊരു ഉന്മാദം വരും, ബ്രെയിൻ ആക്ടിവിറ്റി വരും. അപ്പോൾ ക്രമേണ അവരുടെ ബ്രെയിൻ ആക്ടിവിറ്റിയുടെ പടങ്ങളിൽ നിന്ന് അത് മാറപ്പെടും. പ്രത്യേകിച്ച് ഇപ്പം വന്ന വലിയൊരു പ്രോബ്ലം മൊബൈൽ ഫോൺ വന്നതോടുകൂടി അവർക്ക് ആ ക്യൂരിയോസിറ്റി പെട്ടെന്ന് ഉത്തേജിപ്പിക്കാൻ അവർക്ക് പലതരം ഫോൺ വീഡിയോസ് ലഭ്യമാണ്. ആ ഫോൺ വീഡിയോസ് അവരുടെ തോട്ട് പ്രോസസ്സിനെ മാറ്റും. അവരുടെ ശ്രദ്ധകൾ തിരിച്ചുവിട്ടപ്പെടുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ ചതിക്കുഴി മാതാപിതാക്കളെ ശ്രദ്ധിക്കണം. കാരണം അങ്ങനെയുള്ള വീഡിയോകൾ കാണുമ്പോൾ അവർക്ക് കിട്ടുന്ന ഉന്മാദത്വം വീണ്ടും അത് കാണുവാൻ അവരെ പ്രേരിപ്പിക്കും. അത് യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് ഒരു യാഥാർത്ഥ്യമാണെന്നുള്ളൊരു ചിന്ത അവരിലേക്ക് കടക്കുകയും ആ അനുഭൂതി, അപ്പോൾ ആ പടങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഉന്മാദത്തിലേക്ക് ഒന്നെത്തിച്ചേരാനായിട്ടുള്ള ഒരു ആകാംക്ഷ അവരിൽ ഉണ്ടാകുകയും അതെങ്ങനെയും കിട്ടണമെന്നുള്ള ആ ഒരു ഡ്രീംസ് റിയാലിറ്റി കൊണ്ടുവരാനുള്ള ഒരു ശ്രമങ്ങൾ അവർ തുടരുകയും ചെയ്യും. അവിടെയാണ് അവർ ചതിക്കുഴിയിൽ ചെന്നപ്പെടുന്നത്. ഇതിനെ മുതലെടുക്കാനുള്ള ധാരാളം പേര് ചുറ്റുമുണ്ട് താനും. സ്വപ്നങ്ങളിൽ നിന്നാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഡ്രീംസിൽ നിന്ന് റിയാലിറ്റിയിലോട്ട് പോകാനുള്ള ശ്രമങ്ങൾ അവർ തുടരും. അപ്പോൾ ആ സെക്ഷുവൽ തോട്ട്സ് ഹോർമോൺ സ്റ്റിമുലേറ്റ് ചെയ്യും, അത് ഒരു ആകാംക്ഷയിലോട്ട് എത്തും, അവർ അതിനെ റിയാലിറ്റിയിലോട്ട് വരാനുള്ള ശ്രമങ്ങൾ തുടരും. ഇവിടെയാണ് അവർ ചതിക്കുഴിയിൽ ചെന്നപ്പെടുന്നത്. ഇത് അവരുടെ പഠനത്തെ അഫക്റ്റ് ചെയ്യും. വേറൊരു പ്രശ്നം കൂടെയുണ്ട്. അപ്പോൾ അവർക്ക് ഈ കാണുന്ന വിഷ്വൽ സ്റ്റിമുലേഷൻ അവർക്ക് റിയാലിറ്റി കിട്ടാതെ വരുമ്പോൾ തനിക്ക് എന്തോ പ്രശ്നമാണെന്നുള്ള ചിന്ത, ഒരു വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് കിട്ടുന്ന അനുഭൂതി കിട്ടിയിട്ടില്ലെങ്കിൽ തനിക്ക് എന്തോ ലൈംഗിക പ്രശ്നങ്ങളുണ്ടെന്നുള്ള ചിന്തയും അവരെ അലട്ടും. അതുകൊണ്ടാണ് ഈ മൊബൈൽ ഫോണിൽ ഈ ഫോൺ മൂവിയെ പറ്റി അത് യൂസ് ചെയ്യാറുണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി മാതാപിതാക്കളും അധ്യാപകരും തുറന്ന് കുഞ്ഞുങ്ങളുമായിട്ട് ചർച്ച ചെയ്യും. ഇത് മൂടി വയ്ക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കുഞ്ഞുങ്ങളത് കാണുന്നുണ്ട്. ഇത് ചർച്ച ചെയ്യാനായിട്ട് മാതാപിതാക്കളും അധ്യാപകരും തയ്യാറാവും.